അഫാൻ എൻ്റെ മകനാണ്. പക്ഷെ ഇനി എന്താണ് അവൻ ചെയ്ത കുറ്റത്തിന് അവൻ ശിക്ഷ അനുഭവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് എന്താണ് ശിക്ഷിക്കുന്നത് ആ ശിക്ഷ അവന് കിട്ടണം. അതാണ് എൻ്റെ ആഗ്രഹം. ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കഴിച്ചുകൂട്ടിയ 17 ദിവസത്തിന് ശേഷം അഫാന്റെ മാതാവ് ഷെമി മനസ്സ് തുറക്കുകയാണ്. പല കാര്യങ്ങളും വെളിപ്പെടുത്തുകയാണ്. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ നിലവിൽ പ്രധാന സാക്ഷിയായി, കേസിലെ പ്രധാന സാക്ഷി കൂടിയായിട്ടുള്ള അഫാന്റെ മാതാവ് പുതിയതായി പറയുന്ന വിവരങ്ങൾ ഞെട്ടലുളവാക്കുന്നതാണ്. വെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്ക് ജീവനക്കാരിൽ നിന്ന് വായ്പ തിരിച്ചടയ്ക്കാൻ നിരന്തരമായ സമ്മർദ്ദം നേരിട്ടിരുന്നതായി അഫാന്റെ മാതാവ് ഷെമി തുറന്നു പറയുന്നു. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം ഭർത്താവ് അബ്ദുൾ റഹീമിനോടാണ് ഷെമി കാര്യം പങ്കുവച്ചത്. പേരമലയിലെ വീട്ടിൽ ഇനി താമസിക്കാൻ ഇല്ലെന്നും അഫാന്റെ മാതാവ് ബന്ധുക്കളെ അറിയിച്ചു. അസ്സലാമലൈക്കും. ഒരു പാറ്റയെ പോലും കണ്ടാൽ പേടിക്കുന്ന അഫാന് 5 പേരെ കൊന്നെന്നോ? എന്റെ മകനെ ആരൊക്കെയോ ചേർന്ന് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. എനിക്ക് ഈ ഒരു അവസ്ഥ വന്നത് ഞാൻ കട്ടിലിൽ നിന്ന് മറിഞ്ഞു വീണാണ് എന്റെ തലയ്ക്ക് ഇത്ര പരിക്ക് പറ്റിയത്. അല്ലാതെ എന്നെ അഫാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അഫാന്റെ ഉമ്മ ഷെമി ആവർത്തിച്ച് റഹീമിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പാവ മനുഷ്യൻ മാധ്യമങ്ങളോട് പറയുവാണ്, ഷെമി ഇപ്പോഴും ഈ ഒരു ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അഫാൻ എന്നെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്നാണ് പറയുന്നത്. ഈ റഹീമിനോടെയും പറയുന്ന ഒറ്റ വാക്ക് അത് തന്നെയാണ്, എന്നെ അഫാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന്. ഇത് കേട്ട ശരിക്കും ജനങ്ങള് എല്ലാവരും പൂരത്തെറിയാണ് ഷെമിക്കെതിരെ വരുന്നത്. ഇപ്പൊ ആൾക്കാർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 1-ാം പ്രതിയായിട്ട് ഷെമിയെ പിടിച്ച് തൂക്കി അകത്തിടണം എന്ന് തന്നെയാണ്. കാരണം ഈ അഫാനെ ഇത്രത്തോളം സംരക്ഷിക്കുന്നത് കാരണം, ഈ ഒരു ക്രിമിനലിനെ ഇത്രയും സംരക്ഷിക്കുന്നത് കാരണം ഈ ഷെമിയെ പിടിച്ച് അകത്തിടണം എന്നാണ് ഇപ്പൊ ജനങ്ങൾ ഫുള്ള് പറയുന്നത്. ഷെമിയാണെങ്കിൽ തീരെ വയ്യാണ്ട് കിടക്കുവാണ്, ഒട്ടും ആവതില്ലാതെ കിടക്കുവാണ്. എന്നിട്ടും ആ ഒരു അവസ്ഥ പോലും മനസ്സിലാക്കാതെയാണ് ഈ ആൾക്കാരെല്ലാം ഷെമി ഇത്രയും തെറി പറയുന്നത്. ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ക്രിമിനലായ ഒരു മകനെ സംരക്ഷിച്ച് നിർത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ ജനങ്ങൾ ഒന്നടങ്കം ഷെമിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്. അഫാൻ വാർത്ത കണ്ടും കേട്ടും ആൾക്കാരെല്ലാം രോഷാകുലരായിരിക്കുകയാണ്. അതിനിടയ്ക്ക് ആ രോഷം ഇപ്പൊ ഷെമിയോടാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെമി അഫാനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്. ഈ റഹീമിന് യാതൊരു സ്വസ്ഥത ഈ ഷെമി കൊടുക്കുന്നില്ല. ഷെമിയാണെങ്കിൽ റഹീമിനോട് പറയാണ്, മോന് ജയിലിൽ പോയി കാണുക, എനിക്ക് അവനെ കാണണം, അവനെ ഒന്ന് വിളിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞിട്ട് റഹീമിനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോനെ കാണണം, അവനെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യിക്ക എന്നും പറഞ്ഞിട്ട് ഷെമി നിലവിളിയാണിപ്പോ. എനിക്കിനി അഫാനെ കാണിയേ വേണ്ട എന്നാണ് അഫാന്റെ വാപ്പ പറയുന്നത്. എന്നാൽ ഷെമിയാണെങ്കിൽ അതല്ല, എന്റെ മകനെ കാണണം എന്നും പറഞ്ഞിട്ട് നിലവിളിയാണ്. ഈ ക്രിമിനലിനെ ഇത്രയും അങ്ങ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാ ഷെമി? ഈ അഫാൻ ചെയ്തു കൂട്ടിയതിനൊക്കെ അതിനെല്ലാം കൂട്ടുപിടിച്ചത് ഷെമി തന്നെ ആയിരിക്കാം. അതായിരിക്കാം ഇത്രയധികം അങ്ങ് അറ്റാച്ച്മെന്റ് കാണിക്കുന്നത്. അഫാൻ പല കാര്യങ്ങളും ഇപ്പോഴും മറച്ചു വെക്കുന്നുണ്ട്. അതെല്ലാം ഈ ഷെമിക്കും അറിയാമായിരിക്കും. അല്ലെങ്കിൽ ഈ ക്രിമിനലിനെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ. തന്റെ ഇളയ മകനെ കൊന്നിട്ടുകൂടി ഈ ക്രിമിനലിനെ പൊതിഞ്ഞു വെക്കുവാണ്. എന്ത് കാര്യത്തിനാ? അപ്പോൾ ഇതിനെല്ലാം കൂട്ടു നിൽക്കുന്നത് ഷെമി തന്നെയാണ്. ലോൺ ക്ലോസ് ചെയ്യാനും പറഞ്ഞായിരുന്നു, പക്ഷെ ഇവരത് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നു. ആ ബാധ്യത അങ്ങനെ കിടന്ന് കൂടി വന്നതായിരിക്കുന്നു. അത് 15 ലക്ഷം രൂപ ലോണായിട്ട് എടുത്തത്. അത് 20 വർഷത്തെ കാലാവധിയിലുണ്ടായിരുന്നു. പക്ഷെ ഞാനത് 5 വർഷം കൊണ്ട് തന്നെ അടച്ചു തീർക്കാനുള്ള ശ്രമം നടത്തി അടയ്ക്കുകയും ചെയ്തായിരുന്നു. എന്റെ അറിവിൽ അടച്ചത്, പക്ഷെ അവർ അടച്ചിട്ടില്ല. അതിൽ കുറച്ചെന്തോ ബാലൻസ് വന്നത് ബാങ്ക് പലിശ കൂട്ടിയിട്ടത് വലിയൊരു ബാധ്യത ഇപ്പൊ കിടക്കണം. മരിച്ച അഫ്സാൻ നിങ്ങളുടെ മകനല്ലേ? ആ കുഞ്ഞിനെ ചുറ്റിക വെച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് യാതൊരു വിഷമവും ഇല്ലേ? നിങ്ങളുടെ മകൻ തന്നെയല്ലേ ആ മരണപ്പെട്ടത് എന്നാണ് പലരും ഇപ്പൊ ചോദിക്കുന്നത്. ഷെമിയോടുള്ള ചോദ്യമാണ്, പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ആ മകനെ, അതായത് ഒരു ക്രിമിനലിനെ സംരക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ് ഇപ്പോഴും ഷെമി. അതായത് അഫാൻ ഏതെങ്കിലും ഒരു കാലത്ത് പുറത്തിറങ്ങിയാല് ആദ്യം വരുന്നത് ഈ ഷെമിയെ തന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. അതിന് യാതൊരു സംശയമില്ല. അവനാണെങ്കിൽ ഉദ്യോഗസ്ഥരോട് പറയാണ്, ഉമ്മ ചത്തില്ല സാറേ. അത്ര സങ്കടത്തോടെയാണ് പറയുന്നത്. ഉമ്മ ചാവാൻ വേണ്ടിയിട്ട് ഇത്രമേ കാട്ടിക്കൂട്ടി, എന്നിട്ട് ചത്തില്ല സാറേ എന്നും പറഞ്ഞിട്ടാണ് അവൻ അത്ര ഒരു വിഷമത്തോടുകൂടി ഉദ്യോഗസ്ഥരോട് പറയുന്നത്. ഈ ഷെമിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ലോകം മുഴുവനും അറിഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും ഷെമി ഒറ്റ നിലപാടിലാണ്, ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണെന്ന്.
എന്നാൽ അഫാനാണെങ്കിൽ കുറ്റം സമ്മതിക്കുകയും ചെയ്ത്. 41 സ്റ്റിച്ചാണ് തലയ്ക്കുള്ളത്. അതായത് ചുറ്റിക വെച്ച് അടിച്ച് 41 സ്റ്റിച്ചോളം ഉണ്ട്. പിന്നെ താടിയിലാണെങ്കിൽ പൊട്ടിപ്പോയി, അതിനി സർജറി ചെയ്യണം. ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് ഇത് ചുറ്റിയക്ക് അടിച്ച മുറിവ് തന്നെയാണെന്നുള്ളത്. ഇനി തുടർ ചികിത്സയ്ക്ക് പണവും വേണം. ഇത്രയൊക്കെ കാട്ടുകൂട്ടിയിട്ടും ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ്, അഫാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഈ ഷെമി. എന്തായാലും ഷെമിയുടെ ചിന്ത എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാമെങ്കിൽ നാളെ ചിലപ്പോ അഫാനെ ഇങ്ങ് വിട്ടാലോ, അവൻ മറ്റൊന്നും ചെയ്തതൊന്നും അവർക്ക് ചിന്തയില്ല. ഇങ്ങനെ പറയുമ്പം അഫാനെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിട്ടാലോ എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം ഷെമി ഇങ്ങനെയൊക്കെ പറഞ്ഞൊപ്പിക്കുന്നത്. പോലീസ് ചോദിച്ചിട്ടും മജിസ്ട്രേറ്റ് ചോദിച്ചിട്ടും എല്ലാം ഷെമിയുടെ ഒരേ ഒരു ഉത്തരം ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എന്ന് മാത്രമാണ് ഷെമിയുടെ ഒരു മൊഴി. അല്ലാതെ അഫാനെ കുറിച്ചിട്ട് ഒരു മോശമായ രീതിയിലും ഷെമിയുടെ നാവിൽ നിന്ന് വീണിട്ടേ ഇല്ല. എനിക്ക് അഫാനെ കാണണം എന്നും പറഞ്ഞിട്ട് അങ്ങ് ബഹളമാണ്, റഹീമിനോട് ഭയങ്കര ബഹളമാണ്. ഈ ഷെമിയുടെ ചിന്ത എന്താ? 5 പേരെ കൊന്നിട്ട് ടൂറ് പോയിരിക്കുവാണെന്നാണോ ചിന്ത? ഓടി ഇങ്ങ് വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞാ അങ്ങ് വിളിച്ചോണ്ട് ചെല്ലാന്? ശരിക്കും ജനങ്ങളൊക്കെ ചോദിക്കുന്നത് ഈ സ്ത്രീയുടെ കൂടെ, ഈ ഷെമിയുടെ കൂടെ ഇദ്ദേഹം എങ്ങനെ കഴിയുന്നു എന്നാണ് ചോദിക്കുന്നത്. സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാതെയാണ് ഈ ഷെമി ഓരോന്നും കാട്ടിക്കൂട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം നഷ്ടപ്പെട്ടത് ആ റഹീമിന് തന്നെയാണ്. സ്വന്തം മകൻ പോയി, ഉമ്മായും നഷ്ടപ്പെട്ടു, കൂടപ്പിറപ്പുകൾ നഷ്ടപ്പെട്ട്, പിന്നെ ഉണ്ടായിരുന്ന ആകെ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു. ഒരു വീടുണ്ടായിരുന്നു, അവിടെ പോലും താമസിക്കാൻ കഴിയാത്തൊരവസ്ഥ. ബന്ധുക്കളുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ എല്ലാരും ആട്ടി അകറ്റുവാണ്, എല്ലാരും അകറ്റി ഓടിക്കുവാണ്, ആട്ടി പായിക്കുവാണ്. ശരിക്കും എല്ലാം കൊണ്ടും ഒരു വല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നതാണ് ഈ റഹീം എന്ന് പറയുന്നത്. വീടുണ്ടായിട്ടും കിടക്കുന്നത് മറ്റൊരിടത്ത്. ഈ വീട് വിറ്റിട്ട് കടങ്ങൾ വീട്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസ് കാരണം ഈ വീട് ഇനി അടുത്ത കാലത്തൊന്നും വിൽപ്പന നടക്കുമെന്ന് തോന്നുന്നില്ല. ഷെമിയുടെ ചികിത്സയ്ക്കാണെങ്കിൽ ഒരുപാട് പൈസ വേണം. അതിന് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. കടക്കാരോട് ഇനി എന്ത് പറയുമെന്നും അറിയില്ല. തനിക്ക് നല്ലൊരു ജോലി പോലും ഇല്ല. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നറിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ആ റഹീം. അഫ്സാനെ കൊന്നതിന് മാപ്പില്ല എന്നാണ് ആ വാപ്പ പറയുന്നത്. ശരിക്കും കേരളം ഫുള്ള് പറയുന്നത് ആ ചെറിയ കുട്ടിയെ കൊന്നത് ശരിക്കും എല്ലാവരുടെയും ഒരു നെഞ്ചൊലച്ചു പോയൊരു സംഭവമാണ് ആ കുഞ്ഞിനെ കൊന്നത്. അവൻ ആ കുഞ്ഞിനെ ഒഴിവാക്കാമായിരുന്നു. മറ്റുള്ളവരെ കൊന്നത് വിഷമമില്ല എന്നല്ല, ആ ചെറിയ കുട്ടിയെ കൊന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവ കുഞ്ഞിനെ കൊന്നതിന് മാപ്പില്ല എന്നാണ് ആ വാപ്പ് പറയുന്നത്. എല്ലാവരും അവനിക്ക് മാപ്പ് കൊടുക്കരുത്, അവനിക്ക് കൊലക്കയറെ കുറഞ്ഞ് യാതൊരു ശിക്ഷയും വിധിക്കുകയും ചെയ്യരുത്. അഫാന്റെ വാപ്പ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: അഫാൻ ഉണ്ടാക്കിയ നഷ്ടം വലുതാണ്, അവൻ എന്റെ മകനല്ല. ICU കിടക്കുന്ന ഷെമിയോട് ഇളയ മകൻ മരണപ്പെട്ട കാര്യം പറഞ്ഞപ്പോൾ ഷെമി പൊട്ടിക്കരഞ്ഞുപോയി. 2 ദിവസം കഴിഞ്ഞാണ് മറ്റുള്ളവർ മരണപ്പെട്ട വിവരം ഷെമി അറിയിക്കുന്നത്. അപ്പോഴും ഷെമി പറയുന്നത് എന്റെ മകൻ ഇങ്ങനൊന്നും ചെയ്യത്തില്ല, അഫാൻ ഇതൊന്നും ചെയ്യത്തില്ല എന്ന് തന്നെയാണ് ഷെമി ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. അഫാന്റെ വാപ്പ 2 ദിവസം സൗദി ജയിലിൽ കിടന്നതിന് ശേഷമാണ് കയ്യിൽ യാതൊന്നും ഇല്ലാതെ നാട്ടിലേക്ക് കയറി വന്നത്. ഇവിടെയാണെങ്കിലോ അതിനപ്പുറം ബാധ്യതയും. ഇനി അദ്ദേഹം ഗൾഫിലേക്ക് പോകുന്നു എന്ന് ചോദിച്ചപ്പോ ഇനി ഞാൻ പോകുന്നില്ല, മക്കൾക്ക് വേണ്ടിയിട്ടല്ലേ എല്ലാവരും കഷ്ടപ്പെടുന്നത്, ഇനിയിപ്പോ മക്കളും ഇല്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് സൗദിയിൽ ഒരു 10 ലക്ഷത്തിന്റെ ബാധ്യതയും നാട്ടിലൊരു 10 ലക്ഷത്തിന്റെ ബാധ്യതയും ഉള്ളായിരുന്നു. അത് വീട് വിറ്റിട്ടായാലും ഞങ്ങൾക്ക് ഇത് തീർക്കാവുന്നതേ ഉള്ളൂ. ഈ 60 ലക്ഷമൊക്കെ കടവാക്കി വെച്ചത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എന്നാണ്. ഈ ഉമ്മയും മകനും കൂടിയിട്ട് എന്തിനാണ് ഇത്രയും കടവൊക്കെ ആക്കി കൂട്ടി വെച്ചത്? അത് ഈ റഹീം, അതായത് ഈ വാപ്പ അറിയാതെ ഇത്രയും ബാധ്യത അവരുണ്ടാക്കി വെച്ചത് എന്തിനാണ്? എന്തായാലും ഒരുത്തർക്കും ഈ റഹീമിന്റെ ഈ ഒരു വാപ്പയുടെ അവസ്ഥ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ.